നേമത്ത് മത്സരിക്കുമെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിന്റെ പ്രിപ്പറേറ്ററി വർക്ക്സ് ഒക്കെ തുടങ്ങിയോ? അല്ല, ഞാൻ 2024 വന്നപ്പോൾ തുടങ്ങിയതല്ലേ. ലോക്സഭ മത്സരിക്കുമ്പോൾ നിയമത്തിൻ്റെ ഒപ്പം എൻ്റെ റിലേഷൻഷിപ്പ് തുടങ്ങി. അവർ എന്നെ നന്നായി പിന്തുണ തന്നു, നല്ല റിസൾട്ട് തന്നു ലോക്സഭയിൽ. എന്തുകൊണ്ട് നിയമം? അല്ല, എന്തുകൊണ്ട് നിയമം? തിരുവനന്തപുരത്തും ലോക്സഭ മത്സരിച്ച ആളാണ്. ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റ് എന്നുള്ള നിലയിലാണോ നിയമം? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് തന്ന, ഏറ്റവും കൂടുതൽ പിന്തുണ തന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിയമം എൻ്റെ ലോക്സഭ ഇലക്ഷനിൽ. അത് ഞാൻ മറക്കില്ല, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത കാര്യമാണ്. കാരണം എന്നെ അവർ അറിഞ്ഞില്ല. ഞാൻ 35 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 35 ദിവസത്തിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നു എനിക്ക് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സ്നേഹം സപ്പോർട്ട് തന്നു. അതിന് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഈ കാൻഡിഡേച്ചർ അനൗൺസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ വരുന്നു. പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാവുന്നല്ല ഞാൻ പറഞ്ഞത്. എന്നോട് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ചോദിച്ചു, നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അസംബ്ലിയിൽ മത്സരിക്കുമോ, നിങ്ങൾ ഇത് വിട്ടുപോകുമോ, ഇതെല്ലാം ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വിട്ടുപോകാനൊന്നും വന്നിട്ടില്ല. ഇവിടെ ഈ മത്സരം കഴിഞ്ഞിട്ട് അസംബ്ലിയിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചു എവിടെ മത്സരിക്കും. അപ്പോൾ എനിക്ക് നിയമം മത്സരിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അത് ആഗ്രഹമുണ്ടെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനെല്ലാം തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. സെൻട്രൽ പാർലമെന്ററി ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഒരു ഷോർട്ട് കട്ട് എനിക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല.